നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുടിശ്ശിക പെൻഷൻ തനത് മാസത്തെ പെൻഷനോടൊപ്പം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. തനത് മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയാക്കി 3 ഘട്ടമായി കുടിശ്ശിക തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് കുടിശ്ശിക പെൻഷനിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ഉണ്ടാകും. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും അതുപോലെ കുടിശ്ശിക പെൻഷനെയും സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹരെ കണ്ടെത്തി 10 ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ അനധികൃതരെ കണ്ടെത്തുന്നതിനും സർക്കാർ വാർഡ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ സോഷ്യൽ ഓഡിറ്റ് പരിശോധന ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യം പരിശോധിക്കുമ്പോൾ വലിയ ഒരു വിഭാഗം ഗുണഭോക്താക്കൾ തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവുന്നതാണ്. ശേഷം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അനർഹരെ ഒഴിവാക്കി ഏറ്റവും അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് പെൻഷൻ നൽകുകയാണ് സർക്കാർ ഇനി ഉദ്ദേശിക്കുന്നത്. അനർഹരെ എല്ലാവരെയും ഒഴിവാക്കി അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ തുക എത്തിച്ചേരുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.